ഹായ് ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ കോളിഫ്ലവർ ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം ചേർക്കണില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കാണ്ട് കേട്ടോ. വളരെ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ സവാള എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഓപ്ഷണലാട്ടോ, നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ മതി. പക്ഷേ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഇവിടെ നല്ല രീതിയിൽ കഴുകിയെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ചെറിയ നനവുള്ളത് കൊണ്ടിലത്തെ വെള്ളം വറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതിലൊന്ന് കുഞ്ഞു ബബിൾസൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തു. ഞാനത് സ്ക്വയർ ടൈപ്പിലാട്ടും നമ്മുടെ സവാള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഉരുളൻകിഴങ്ങും അതൊരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ സവാളയും ഉരുളൻകിഴങ്ങും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്കിത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഈ ഇളക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉരുളൻകിഴങ്ങ് ഇട്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഇഞ്ചി, പട്ട, കരയാമ്പൂവ് ഇതെല്ലാം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം. മിക്സിയിലോ അല്ല ചിങ്ങല് കുത്തുന്ന കല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പട്ടയും കരയാമ്പോ ഒക്കെ ഓപ്ഷണൽ കേട്ടോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. പക്ഷേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ഐറ്റമായ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഇടാത്തൊരു കാര്യമുണ്ട്, അതായത് ഉപ്പ്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഉപ്പൊന്ന് ഇതിൽ പിടിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പാകമായിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം നമുക്ക് വേവുന്നൊരു ടൈം അറിയാമല്ലോ, 1-2 മിനിറ്റ്, അത്രയൊന്നും വേണ്ട, 1 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഈ തക്കാളി ഇങ്ങനെ ഇട്ട് ഇളക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഉരുളൻകിഴങ്ങ് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അടുക്കി പിടിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് എടുക്കണേ. ഈ മല്ലിപ്പൊടി എടുക്കാനായിട്ടുള്ള കാരണം നമ്മുടെ കറിക്കൊരു എന്താ പറയുക, ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ എടുക്കുന്നില്ല, ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാൻ പറഞ്ഞു സ്പൈസി ആണെന്ന് പറഞ്ഞല്ലോ, സ്പൈസി ആവാൻ വേണ്ടി നമ്മളിവിടെ കുരുമുളക് പൊടി ആട്ടോ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ പൊടികളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കുറച്ച് സമയം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പൊടികളൊക്കെ നല്ല രീതിയിൽ വേവുകയും ചെയ്യും. മാത്രമല്ല അതിലുള്ള കഷ്ണങ്ങൾ, അതുപോലെ നമ്മൾ സവാള, ഉരുളൻകിഴങ്ങ്, തക്കാളി, കോളിഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ മസാല ഒക്കെ നന്നായി ഒന്ന് പിടിക്കാൻ കൂടെ ഈ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമുക്ക് സഹായിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഒക്കെ ഓൾമോസ്റ്റ് വെന്ത് തുടങ്ങി, അതുപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഏകദേശം ഇറക്കി വെക്കാനായി. അപ്പോൾ ഇതിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടി ഞാനിവിടെ രമ്പയില, നമുക്ക് പുതിനയിലോ മല്ലിച്ചപ്പിൻ്റെ ഇല എന്ത് വേണം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇലയുണ്ട്, അതിനൊരു പുതിനയിലയുടെ സ്മെല്ലാണുള്ളത്, രമ്പയില എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വയ്ക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, പച്ച കളറും മഞ്ഞ കളറും. പിന്നെ കണ്ടോ അത് എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം, തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളിഫ്ലവർ വെച്ചിട്ട് ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, ദോശ, അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ സ്പൈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെ വരെ വേണമെങ്കിൽ പോലും ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിഞ്ഞ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.